വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് ഓഡിയൻസിന് തോന്നിയിട്ടുണ്ട്. കാരണം ഏത് ജോണറിൽ കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് അവരുടെ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നൊരു സക്സസ് ഫോർമുല ആർക്കും ഇല്ല. ഇതാണ് ഇതിങ്ങനെ ചെയ്താലും ഫിലിം സക്സസ് ആകുമെന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ലേ, ഒന്നും അതിനകത്തില്ല, ഒരു കളർഫുള്ളായിട്ടുള്ള ഒന്നുമില്ല, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൂഡും ഇല്ല. പക്ഷേ ഭയങ്കര ഗോറി ആയിട്ടുള്ള ചില സീനുകൾ അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഡാർക്കാണ് മൊത്തം ഒരു. അപ്പം ഞാൻ ആ സിനിമ അതിൻ്റെ സ്റ്റിൽസ് അതിൻ്റെ ആദ്യത്തെ പ്രൊമോഷൻസ് സ്റ്റിൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കപ്പോൾ അറിയില്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്, എന്നാലും അതൊരു ഒരു അപ്പീലിംഗ് ആണോ, ആൾക്കാരിത് കാണുമോ, ഇങ്ങനെ ഇത് അട്രാക്റ്റ് ചെയ്യുമോ ആൾക്കാരെ എന്നൊക്കെ ഈ പരസ്യങ്ങൾ. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത് ഭയങ്കര രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. അത് വലിയ നല്ല അത്തരം സിനിമകൾ കാണാനുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ അവരെ ഇങ്ങോട്ട് തടയാതിരിക്കുക എന്നുള്ളത്, അവരൊന്ന് കണ്ടു കൊടുക്കട്ടെ. നമ്മുടെ ഫാമിലി ഓഡിയൻസൊക്കെ തിയേറ്ററിലേക്ക് വരാൻ സമയമെടുക്കും. കാരണം ഒന്നാമത് ഒരു സിനിമ കാണുന്നതിന് ഒരു ഫാമിലിക്ക് ഇപ്പോൾ നല്ല ഒരു 4 പേരുള്ളൊരു അപ്പനും അമ്മയും 2 മക്കളും കൂടെ സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു 1000-1500 രൂപ എന്തായാലും ചിലവാകും. ടിക്കറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് സ്നാക്സ് കഴിച്ചൊക്കെ പോയി കഴിയുമ്പോൾ അതൊരു സാധാരണ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ അവർ വളരെ കെയർഫുള്ളായിട്ട് ഒരു സിനിമയിലേക്ക് എത്തുന്നുള്ളത്. അത് അവർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് അഭിപ്രായം, പക്ഷേ കിട്ടുന്ന അഭിപ്രായങ്ങൾ അവരെ അങ്ങോട്ട് ആ ഏരിയയിലൊക്കെ അടുപ്പിക്കുന്നില്ല. അതായി പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഇപ്പോൾ ഹിറ്റായ സിനിമകൾക്കെല്ലാം വളരെ ഡിഫറെൻറ്റ് ജോണറിലുള്ള സിനിമകളാണ്. പ്രേമലു എന്ന് പറയുന്ന സിനിമ ആ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ അതിനെ എൻജോയ് ചെയ്ത്, അതിന് ശേഷമാണ് പിന്നെ ഫാമിലി വന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ ഈ മഞ്ഞമ്മൽ ബോയ്സും എന്താണ് ഈ കോൺട്രവേഴ്സി വരുന്നതിന് മുമ്പേ അത് ഹിറ്റായി കഴിഞ്ഞ സിനിമയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്രേമൽ വന്നത് കൊണ്ട് കിട്ടേണ്ട ഒരു ഹൈപ്പ് കിട്ടാതെ പോയൊരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നത്. അതും നല്ല സിനിമയാണ്. പക്ഷേ ഈ 2 സിനിമകളും വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന് കുറച്ചും കൂടെയൊക്കെ വ്യൂവേഴ്സ് വരേണ്ടതായിരുന്നു. നഷ്ടമായിട്ടൊന്നുമില്ല, സക്സസ്സാണ്. പക്ഷെ അത് റിസേർവ് ചെയ്യുന്നൊരു ഹൈപ്പ് അതിനുണ്ടായില്ല എന്നാണ് തോന്നി. മുമ്പ് കാലത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താണ് കണ്ടൻറ് വൈസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില പണ്ട് കാലത്ത്, ഇപ്പോൾ അതില്ല. ഇപ്പോൾ കുറച്ച് ഡീസൻ്റായിട്ടുള്ള എല്ലാവരും അങ്ങനെ ഒരു വൾഗാരിറ്റിയിലേക്കൊന്നും പോകുന്ന സിനിമകൾ അധികം വരുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്തുണ്ടായിരുന്നു, ഒരു കാലത്ത് അങ്ങനത്തെ ചില സിനിമകൾക്ക് മാത്രം ഒരു ട്രെൻഡ് ഉണ്ടായ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സീരിയസ് വാച്ചിങ് ഈ പറയുന്ന പോലെ ഉണ്ടാകേണ്ടിയിരിക്കുന്ന കുറച്ചും കൂടെ ആൾക്കാർക്ക് സിനിമ കാണാനുള്ളൊരു സ്പേസ് കൊടുക്കണം. ഇവർ വന്നിട്ടത് റിവ്യൂ ബോംബിങ്ങിലൂടെ ചിലപ്പോൾ നല്ല പല സിനിമകളും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ കളക്ട് ചെയ്യേണ്ട സിനിമകൾ ഉണ്ടായിരിക്കും. മലയാളികൾ മാത്രമല്ല, എല്ലാവരും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം, നല്ല ക്വാളിറ്റിയുള്ള കുറച്ചുകൂടെ. നമുക്ക് ഈ മറ്റു കാര്യങ്ങളെ പേടിക്കണ്ടല്ലോ, തിയേറ്ററിൽ ആൾ വരുമോ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെയിൻ എടുക്കണോ, പബ്ലിസിറ്റി സ്ട്രെയിൻ. ഇപ്പോഴൊക്കെ വന്നില്ല, തിയേറ്ററിൽ ആളെ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാശ് കൊടുത്ത് അതിന് ഹോൾഡ് ഓവറായിരിക്കാൻ വേണ്ടിയിട്ട് ഷോ നടക്കാൻ വേണ്ടിയിട്ട് 15 വരെയെങ്കിലും കയറ്റണമെന്നൊക്കെ പറയുന്നതിന് അതിന് വേണ്ടിയിട്ട് ഇതെടുക്കുന്ന സിനിമ എടുത്തിട്ട് പബ്ലിസിറ്റിയും കൊടുത്തിട്ട് പിന്നെ ആളെ കയറ്റാൻ കൂടെ കാശ് കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് അതിനെപ്പറ്റിയൊന്നും പേടിക്കേണ്ടല്ലോ. നമുക്ക് ഒന്നാമത് അവർ OTT പ്ലാറ്റ്ഫോംസ് എല്ലാം നല്ല ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കണ്ടൻറ്റിനകത്ത് ആ ക്വാളിറ്റി മേക്കിംഗ്, ഇപ്പം പോച്ചർ എന്ന് പറയുന്ന അത് എല്ലാം അവരൊരു നല്ല ക്വാളിറ്റി കണ്ടൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കലി ആ ക്വാളിറ്റി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഓഡിയൻസിന് നല്ല ക്വാളിറ്റിയുള്ളൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. എല്ലായിടത്തും അത് മാറിക്കഴിഞ്ഞല്ലോ. ഒരു വെബ് സീരീസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ ആൾക്കാർ വെൽക്കം ചെയ്ത് കഴിഞ്ഞു. ഈ കൊല്ലം ഷൂട്ട് ഇപ്പോൾ തുടങ്ങും. ഇപ്പോഴല്ല, ഒരു ഇയർ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയർ. അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഒരുപാട് പണികളുണ്ട്. ഇച്ചിരി പീരീഡ് അതുള്ള അതിൻ്റെ സെറ്റും കാര്യങ്ങളും എല്ലാ 6 ലാംഗ്വേജിലായിട്ട് ചെയ്യും. ഫിലിമായിട്ട് 2 എണ്ണം സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അത് ഇതിന് മുമ്പ് ഒരെണ്ണം ചെയ്യണമെന്നുള്ള ഒരു ആലോചന ഉണ്ട്. ഇത് തുടങ്ങി വെബ് സീരീസ് ഷൂട്ടിന് മുമ്പ് ഒരെണ്ണം ചെയ്യണമെന്നുള്ളൊരു ആലോചനയുണ്ട്. അത് തീരുമാനിച്ചിട്ടില്ല. അതിൽ ഏകദേശം അവരോട് സംസാരിച്ചിട്ടില്ല, കണ്ടുവച്ചിട്ടുണ്ട്.